സോ ഗൈസ് അപ്പോൾ കുറേ നേരമായി വേറൊരു സ്ഥലമാണ് പറഞ്ഞത്. അപ്പോൾ ആ സ്ഥലത്തോട്ട് പോയി ഞാൻ എൻ്റെ ഫോട്ടോ ഒക്കെ എന്ത് ബാക്കി അയച്ചു. അപ്പോൾ പറഞ്ഞു ആ സ്ഥലമല്ല വേറെ സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ പാർലറിൻ്റെ അകത്താണ് എന്നെ കൊണ്ടിട്ടിരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ഇല്ല, ഞാൻ മുമ്പ് പാർലറിൽ പോയിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈം താങ്ക് ഈ പെണ്ണ് എന്നെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ ഐ ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് ക്ലൂസ്. സോ ഗൈസ് ഞാൻ സൈലൻ്റ് ഒക്കെ സോ വെദർ ഷി കംസ് ഓർ നോട്ട് ഐ ഡോണ്ട് നോ. ഐ ഹോപ്പ് ഷി കംസ്. ഓക്കെ ഗൈസ് അപ്പോൾ അങ്ങനെ അവിടെ വന്നിരിക്കുകയാണ്. അവളുടെ മുഖമൊന്നും കാണിക്കുന്നത് ഇങ്ങോട്ടൊക്കെ അത് എന്തൊക്കെ പൗഡർ ഉണ്ട്, എന്താ പറയുക, ഫൗണ്ടേഷൻ ഉണ്ട്, ലിപ്സ്റ്റിക് ഉണ്ട്, എല്ലാം ഇട്ട് സെറ്റാക്കിയിട്ട് ഗൈസ് അവൾ എനിക്ക് ജ്യൂസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അവൾ ഉണ്ടാക്കിയ ജ്യൂസാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കുടിച്ച് നോക്കാം അവളുടെ ജ്യൂസ് എങ്ങനെയുണ്ട്. ഇതിലെന്തൊക്കെ ഇട്ടിരിക്കുന്നത്? മാങ്ങ, പിന്നെ മാങ്ങ ജ്യൂസാണ് ഇവൾ ഇട്ടിരിക്കുന്നത്. ഇവൾ എന്തോ ഇതിന് കളിക്കിട്ടുന്നത് എനിക്ക് നോ ഐഡിയ. പറഞ്ഞിട്ടൊക്കെ എടുക്കടി. ഞാനിവിടെ വന്നു, ഇവിടെ ചന്തയെ കണ്ട പരിചയം ഇല്ലാണ്ടിരിക്കണേ കണ്ടോ. ചിത്രു ഇതൊക്കെ ചന്തയെ കണ്ട പരിചയമില്ല, തൊട്ടടുത്താ കിടക്കുന്നൊരു വിചാരമില്ല. ചിത്രു ഇന്നലെയല്ലേ ശരിക്കും പെരുന്നാള്? അതെ, ഇന്ന് രണ്ടാം പെരുന്നാൾ. ഒന്നാം പെരുന്നാളിന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവരെ അടുത്ത് പോയി, രണ്ടാം പെരുന്നാളിന് എൻ്റെ വേറെ ഒരാളും കൂടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഷീസ് ഇൻ ദ ഷോപ്പിംഗ്. ഹലോ സിദ്രു ഇങ്ങോട്ട് വെക്കും. സിദ്രു അങ്ങനെയൊന്നും കൊടുക്ക. സിദ്രുവിൻ്റെ ആരായിട്ട് വരും എന്ന് ചോദിക്കും. എന്താണ് സിദ്രുവിൻ്റെ ആരായിട്ട് വരും? കസിൻ പാവാണോ? സിദ്രു ചന്ത കണ്ട പരിചയം കാണിക്കുന്നില്ല. പക്ഷേ അല്ല സിദ്രുവിന് അതാണ്, സിദ്രുവിന് ചന്ത കണ്ട പരിചയമില്ല. സിദ്രു പൈസൻ്റെ അടുത്ത് മാത്രമേ ഇരിക്കത്തുള്ളൂ. ഗൈസ് വേറൊരാളുണ്ട്, അവർ ഓടിപ്പോയി. ഹലോ പറയൂ, ഒക്കെ പറയടാ. ഹലോ ഹലോ എത്രയാണ് പഠിക്കുന്നത്? ഇതൊക്കെ വെക്കേഷൻ ആണല്ലേ. അങ്ങും ഞാൻ വെറുതെ വെച്ചിരിക്കുക. കുറെ നേരം ഞാൻ ബസ്സിലിരിക്കാൻ തുടങ്ങി. എനിക്ക് വേറെ ആളെ കിട്ടിയിട്ടുണ്ട്. സിദ്രുക്കൾ മുണ്ട. ഓ പിന്നെ അവൾക്ക് ഭയങ്കര നാണം കണ്ടു. അവൾക്ക് നാണമാണ് അവൾക്ക്. പക്ഷെ അങ്ങനത്തെ നാണമൊന്നുമല്ല കേട്ടോ. ഒരു ഉടുപ്പില്ലാത്ത ആള്. എല്ലാവരും ഓടിപ്പോണി. ഹലോ ഇവിടെ ജ്യൂസ് ഇവിടം വരെ എത്തിയിട്ടുള്ളൂ. ഞാൻ കുടിച്ചിട്ടു. ഇനി വേറെ ഒട്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സിദ്രു മൈലാഞ്ചി ഇട്ടില്ലേ? എക്സാമിന് മൈലാഞ്ചി ഇടാൻ പാടില്ല. വേറൊരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട്. ഹലോ എന്താ പേര്? എന്താ മുന്തു ഇങ്ങനെ? ഇവിടെ പേരെന്താന്നറിയോ? ഇവളെന്താ വിളിക്കുക? അവളെ? ടാറ്റാ. എന്താ കഴിക്കുന്ന? ഐസ്ക്രീമാ? ഗൈസ് ഷീസ് ഈറ്റിംഗ് ഐസ്ക്രീം. ഞാൻ ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഗൈസ് ഇവളുണ്ടാക്കിയ ജ്യൂസ് ഞാൻ കുടിച്ചു. നീ കുടിക്കും. എങ്ങനെയുണ്ട് സിദ്രു ഉണ്ടാക്കിയത്? ഇവളാണ് ഞങ്ങളുടെ ന്യൂഡിൽസ് സ്പെഷ്യലിസ്റ്റ്. ഇവളുണ്ടാക്കിയ ജ്യൂസ് ഇവൾക്ക് കുടിക്കാൻ. ഇപ്പം എത്ര എത്തി? കുറച്ച് ഇപ്പം തരും. എനിക്ക് ഗ്യാപ്പില്ല, കുറച്ചും കൂടി. നിനക്ക് ഞാൻ വെജിറ്റേറിയൻ. അത് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങളിടയ്ക്ക് നൂഡിൽസ് ഉണ്ടാക്കും. എന്നിട്ട് ഞങ്ങൾ കരിഞ്ഞ നൂഡിൽസ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കമുള്ള നൂഡിൽസ്. ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു 10ാം ക്ലാസ്സിലെ എന്താ പറയുക, നമുക്ക് ഫുൾ A+ കിട്ടിയതിൻ്റെ ട്രോഫി ഉണ്ട്. അതിൽ ഇവളുടെ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു തരാം.
പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഈ മഹാമാരി കാലത്തും SSLC പരീക്ഷയിൽ ഫുൾ A+ നേടി. പരിമിതികൾക്കുള്ളിൽ നിന്നിട്ടോ ഇവിടെ എന്താ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് നമുക്ക് സിദ്ധാന്തത്തെ ഡ്രസ്സ് ചെയ്യും. നമുക്ക് അവളുടെ റൂമിലോട്ട് പോകാം. എന്താണ് അവൾ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഗൈസ് നമ്മൾ സ്റ്റെപ്പ് കയറാണ്. അതന്നെ കൊറോണ കാലത്ത് ആൾക്കാർ എന്താ പറയുക പോരാടുന്ന സമയത്തും സിദ്രു പരീക്ഷയിൽ മാത്രമായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഇവിടെ പിടിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. ഇതിൽ പിടിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. സോ ഗൈസ് മുന്തു ഗൈസ് ഹലോ പറയൂ. ഐസ്ക്രീം തന്നിട്ടുണ്ട്. ഇവിടെ ഭയങ്കര വ്യൂ ആട്ടോ. ഞാൻ കാണിച്ചു ഇവിടെ ഇവിടെ ഇരുന്ന് നോക്കാം. പഠിച്ചോ പരീക്ഷയ്ക്ക്? ഗൈസ് ഞാൻ ഈ ഐസ്ക്രീം കഴിച്ചപ്പോഴാണ് കാര്യം ഓർമ്മത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇത്തിരിയൊക്കെ ഉണ്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് എടുക്കാം. ഇവിടെ അതിങ്ങനെ തല തിരിച്ച് വയ്ക്കാം. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞാൽ അത് അലിഞ്ഞ് വെള്ളം കുടിച്ചു നോക്കും. നല്ല ഇഷ്ടം. സോ ഗൈസ് അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ പെട്ടെന്നായിരുന്നു അവൾ വിളിച്ച സമയത്ത് ഞാൻ എണീച്ചിട്ടും എങ്ങനെ എണീച്ചു അവളുടെ വീഡിയോ ഇട്ടാൽ ഞാൻ വീട്ടിൽ ഞാൻ ആദ്യം അലാറം വെച്ചു മുമ്പ്. എന്നിട്ട് ഞാൻ വീണ്ടും സ്നൂസ് ചെയ്തു. പിന്നെ ഞാനത് വീണ്ടും സ്നൂസ് ചെയ്ത് എന്നിട്ടാണ് ഇവിടെ വിളിച്ചത്. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയ ശേഷം ഇവിടെ കൂട്ടത്തിലുള്ളവരെ തന്നെ കുറേ ചേച്ചിമാരെ കണ്ടു. അവരപ്പോൾ യൂട്യൂബ് ചാനലാണ്. ഇവരുടെ വീട്ടിലുള്ളവരെ സംഭവം ഇവിടെ ഒഴികെ ബാക്കിയുള്ളവർ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ച് എന്തായിരുന്നു ചോദിച്ചാൽ മന്തി റൈസ് ഉണ്ടായിരുന്നു. നീ പറ, നീ എന്തൊക്കെ നിൽക്കുന്നേ? നീ എന്താ കൊച്ചുകുട്ടികളെ പോലെ ഇങ്ങനെ നിൽക്കുന്നേ? എന്തൊക്കെ ഉണ്ടായിരുന്നു പറ. എന്തൊക്കെ ഉണ്ടായിരുന്നു? എന്താണ് നിങ്ങൾ നോക്കുന്നത്? ഗൈസ് അപ്പം അങ്ങനെ എന്താ പറയുക ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് അവളുടെ റൂമിൽ വന്നിരിക്കുകയാണ്. ഈ റൂമിൽ വെച്ചിട്ടാണ് അവൾ യൂണിവേഴ്സിറ്റി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. എന്താ നോക്കട്ടെ ഞാൻ കണ്ടില്ല. ഗ്രൂപ്പിലായിട്ട് ഫോട്ടോ കാണിച്ചാൽ. ഹലോ ഗൈസ് അപ്പോൾ അത്രയുള്ള വീഡിയോ. സോ അപ്പം ഇനി എന്താ പറയാനുള്ളത്? ഇനി ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങുന്ന ടൈം എനിക്ക് ഡൗട്ടൊക്കെ ഉണ്ട്. സോ ഗൈസ് അപ്പോൾ അത്രയുള്ള ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. സോ നിങ്ങളുടെ ഈദ് എങ്ങനെയാണ്? ഇതെന്താ പെരുന്നാളിൻ്റെ 2ാം ദിവസമോ? അതെ പെരുന്നാളിൻ്റെ 2ാം ദിവസമാണ്. ആദ്യ ദിവസം അതിൻ്റെ വീട്ടിൽ ഞാൻ അന്വേഷിച്ചു. 2ാമത്തെ ദിവസം അപ്രതീക്ഷിതമായി പെണ്ണിനെ വിളിച്ചു. കഴിഞ്ഞ പോലെ ഈ സമയം എനിക്കുള്ള പരിചയം പോലും ഇല്ല. ഇത് വലിയ പരിചയം. സോ ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അവിടെ കുപ്പി വെച്ച് പൊട്ടിക്കണം. സോ ഗൈസ് അപ്പോൾ ഇന്ന് ഈദിന് അവൾ വെളുപ്പിനെ വിളിച്ചിട്ട് എന്താ ഇതുപോലെ ഇതുണ്ട് പെരുന്നാളാണ് വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വരുന്നില്ല എന്നൊക്കെ വലിയ ഇതുണ്ട്. പിന്നെ ഞാൻ വന്നു ഞാൻ വേറെ സ്ഥലത്ത് പോയത്. അപ്പോൾ അങ്ങനെ വീട്ടിൽ പോലും പോകാനാണ് വന്നത്. അപ്പോൾ ഗൈസ് ആൻഡ് ടോട്ടലി ഇപ്പം ഞാൻ വന്നിട്ട് ഉച്ച ഭക്ഷണം കഴിച്ചു. എനിക്ക് ഐസ്ക്രീം ഒക്കെ മേടിച്ച് തന്നു. അപ്പോൾ അങ്ങനെ പോയി. സോ ഗൈസ് അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. സോ ഡു ഷെയർ സബ്സ്ക്രൈബ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.